ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപ് ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. എന്താണ് ഡയറക്ഷൻ കൊടുത്തുള്ളത്? IO സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഹെഡർ ഫയൽ, ഇങ്ങനെയുള്ള പേരുള്ള ഒരു ഹെഡർ ഫയലിനെ ഈ പ്രോഗ്രാമിലേക്ക് ലിങ്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിൽ ഇൻപുട്ട് ചെയ്യാൻ ഔട്ട്പുട്ട് ചെയ്യാനും സി ഇൻ സി ഔട്ട് എന്ന് പറഞ്ഞ വേർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിക്ലറേഷൻസ് സി ഇൻ സി ഔട്ട് ഡിക്ലറേഷൻ എടുക്കുന്ന ഒരു ഫയൽ IO സ്ട്രീമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഹെഡർ ഫയൽസിനെ ലൈബ്രറിയിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവാണ് ഹാഷ് ഇൻക്ലൂഡ്. എക്സാമിന് ചോദിക്കാറുള്ളതാണ് വാട്ട് ഈസ് ഹാഷ് ഇൻക്ലൂഡ് എന്ന്. ഹാഷ് ഇൻക്ലൂഡ് ഈസ് എ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്തിനാ യൂസ്ഡ് ടു ഇൻക്ലൂഡ് ഹെഡർ ഫയൽസ് ഇൻ ടു അവർ പ്രോഗ്രാം. അടുത്തത് യൂസിങ് നെയിം സ്പേസ് STD. യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറഞ്ഞാൽ ഞാനിവിടെ STD എന്ന് പേരിലുള്ള ഒരു നെയിം സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയണം. കമ്പൈലറിനോട് പറയണം ഞാൻ STD എന്ന് പേരുള്ള നെയിം സ്പേസ് ആണ് കേട്ടോ അവിടെ യൂസ് ചെയ്യുന്നത്. വേറെ സ്ഥലത്തും COUT സീൻ ഉണ്ടാവാം. COUT സീൻ എന്ന ഐഡൻറ്റിഫയർ ആണ്, വേറെ സ്ഥലത്തും ഉണ്ടാവാം. പക്ഷേ കമ്പൈലറിനോട് പറയണത് ഞാൻ STDയിലുള്ള COUT സീനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയണത് യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറഞ്ഞാൽ പിന്നെ STDയിലുള്ള സീനാണ്, STDയിലുള്ള COUT ആണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇൻഡ് മെയിൻ. ഈ മെയിൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ C++ പ്രോഗ്രാമിൽ ഫങ്ഷൻസ് ഒക്കെ എഴുതുന്നതാണ്. ഇങ്ങനെ ബ്രാക്കറ്റ് തുറന്ന് അടച്ചാൽ അത് ഫങ്ഷനാണ്. അതേസമയം ഇവിടെ നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ പറയാം എറേ എന്നാണ്. എറേ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഡാറ്റയെ ഒരു പേരിൽ സ്റ്റോർ ചെയ്യാനാണ് എറേ. അപ്പോൾ ഇത് ഫങ്ഷനാണ്. അപ്പോൾ ഫങ്ഷൻസിനെ കുറിച്ച് കുറേ പഠിക്കാനുണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു മെയിൻ എന്ന് പറഞ്ഞൊരു ഫങ്ഷനാണ്. പരീക്ഷയ്ക്ക് ചോദിക്കുക ഈ മെയിൻ ഫങ്ഷൻ എല്ലാ C++ പ്രോഗ്രാമിനും എഴുതണമെന്ന്. കാരണം പലതരം ഫങ്ഷൻ ഉണ്ട്, മെയിൻ ഫങ്ഷൻ മാത്രമല്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്, സ്ക്വയർ റൂട്ട് അങ്ങനെയുള്ള, അല്ലാതെ നമുക്ക് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൽ മെയിൻ എന്ന് പറഞ്ഞ പേരിലുള്ള ഫങ്ഷൻ നിർബന്ധമായിട്ട് എല്ലാ C++ പ്രോഗ്രാമിലും യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിൻ ഫങ്ഷൻ മുതലാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നത്, അതുപോലെ അവസാനിക്കുന്നത് ഇവിടെയാണ്, മെയിൻ ഫങ്ഷനിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ മെയിൻ ഫങ്ഷൻ തുറക്കുക, ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അവസാനിക്കുന്നിടത്ത് കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോഡ് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നത്. അപ്പോൾ മെയിൻ ഫങ്ഷനുള്ളിൽ എഴുതുന്ന ഓരോ എന്താ പറയുക സെൻറ്റൻസിനെയും പറയുക സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. മെയിൻ ഫങ്ഷനുള്ളിൽ എഴുതുന്ന ഓരോ സെൻറ്റൻസിനും പറയുക സ്റ്റേറ്റ്മെൻറ്റ്. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ C++ൽ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് ടോക്കൺസ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ ടോക്കൺസിൽ ഇപ്പോൾ ഈ വേർഡ്സ് ഇൻഡ് എന്ന് പറഞ്ഞൊരു വേർഡ്, ഈ വേർഡിനെ പറയുക കീ വേർഡ്സ് എന്നാണ് പറയുക. എന്നുവെച്ചാൽ ചില വേർഡ്സ് റിസർവ് ചെയ്ത് വെച്ചിരിക്കുക ചില പർപ്പസിന് വേണ്ടി. ഇത് ഡാറ്റ ടൈപ്പിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചുള്ളതാണ്. അത് നമ്മൾ വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ഇപ്പം നമ്മൾ തന്നെ പറയില്ലേ ചില പേരുകൾ, ഇപ്പം നമ്മളൊരു ഷോപ്പ് തുടങ്ങി, ഇപ്പം ലുലു മാളെന്നൊന്നും നമുക്ക് പിന്നെ നമുക്ക് പേരിടാൻ പറ്റില്ല. കാരണം അതൊക്കെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ പേര് അവർ റിസർവ് ചെയ്ത് വെച്ച പേരുകൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ റിസർവ്ഡ് വേർഡ്സുകളാണ് ഇതിനെ പറയുക കീ വേർഡ്സ് എന്ന് പറയും. കീ വേർഡ്സാണ് റിസർവ്ഡ് വേർഡ്സ്. പിന്നെ PCM സം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെമ്മറിക്ക് കൊടുത്ത പേര്. ഇൻഡ് P,C,M, സം എന്ന് എഴുതിയാൽ നമ്മൾ ഫിസിക്സിലെ മാർക്ക് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിക്ക് P എന്ന് കൊടുത്തു, കെമിസ്ട്രിയിലെ മാർക്ക് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിക്ക് C എന്ന് കൊടുത്തു, മാത്സിലെ മാർക്ക് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിക്ക് M എന്ന് കൊടുത്തു. ഇത് 3 മാർക്കും ടോട്ടൽ ചെയ്തിട്ട് അത് സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിക്ക് സം എന്ന് കൊടുത്തു. അപ്പോൾ ഈ പേരാരാ കൊടുത്തത്? നമ്മളല്ല കൊടുത്തത്. PCM എന്നൊക്കെ നമ്മളല്ലേ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ കൊടുത്ത പേരാണ്. അപ്പോൾ പേരുകളൊക്കെ ഐഡൻറ്റിഫയർ എന്നാണ് പറയാം. എല്ലാ പേരുകളും ഐഡൻറ്റിഫയർ, ഇതൊക്കെ പേരല്ലേ, മെമ്മറിക്കുള്ള പേരല്ലേ. PCM സം ഇതൊക്കെ നെയിംസാണ്. എല്ലാ പേരുകളെയും പറയുന്നതാണ് ഐഡൻറ്റിഫയർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ P എന്ന് പറഞ്ഞാൽ ഫിസിക്സിലെ മാർക്ക് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിനെ തിരിച്ചറിയാൻ കൊടുത്ത പേരാണ് P. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്ത പേരാണ് P. കെമിസ്ട്രിയുടെ മാർക്ക് വയ്ക്കുന്ന സ്ഥലത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൊടുത്ത പേരാണ് C അല്ലേ. ഇപ്പോൾ ഡേജോ എന്നുള്ള പേര് ഡേജോരെ അച്ഛനും അമ്മയും ഇട്ട പേരാണ്. എന്തിനാ? ഐഡൻറ്റിഫൈ ചെയ്യാൻ, മറ്റു കുട്ടികളിൽ നിന്ന് തിരിച്ചറിയാൻ. സ്കൂളിലൊക്കെ പോയാലും ഡേജോ എന്ന് വിളിച്ച് തിരിച്ചറിയും, അശ്വിൻ എന്ന് വിളിച്ചാൽ തിരിച്ചറിയും. അല്ല അഭിജിത്ത്, ആരോൺ, ഇവരെയൊക്കെ പേരുകളൊക്കെ എന്താണ്? ഐഡൻറ്റിഫൈ ചെയ്യാൻ കൊടുത്താണ്. നമ്മുടെ വീടിൻ്റെ പേര്, നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പേര്, എല്ലാ നെയിംസും എന്താണ്? ഐഡൻറ്റിഫയറാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് ചോദിച്ചാൽ
നമ്മൾ കൊടുക്കുന്ന പേരുകളൊക്കെ ഐഡൻറ്റിഫയേഴ്സ് എന്നറിയാം. അപ്പോൾ പി സി എം സം എന്നൊക്കെ പറയുന്നത് ഐഡൻറ്റിഫയർ. അപ്പോൾ ടോക്കൺസ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അടുത്ത് എഴുതാൻ പറയും. ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഐഡൻറ്റിഫയേഴ്സ്. പിന്നെ ഇത് കീവേഡ്. പിന്നെ ഈ കോമയൊക്കെ ഉണ്ട്, സെമി കോളൻ, കോമ, അങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെ പങ്ക്ച്വേറ്റേഴ്സ് എന്നാണ് പറയുക. എല്ലാ ചിഹ്നങ്ങളും പങ്ക്ച്വേറ്ററിലാണ് വിടുക. സെമി കോളൻ, കോമ, റൗണ്ട് ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ്, ഇതൊക്കെ പങ്ക്ച്വേറ്ററാണ്. പിന്നെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ പ്ലസ് മൈനസ് ഒക്കെ പോലുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേറ്ററാണ്. ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിൽ അതാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിൽ സി എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, ഇതിനെ പറയുക ഇൻപുട്ട് ഓപ്പറേറ്റർ അഥവാ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിനെ പറയുക ഔട്ട്പുട്ട് ഓപ്പറേറ്റർ അഥവാ ഇൻസേർഷൻ ഓപ്പറേറ്റർ. കേട്ടോ, പരീക്ഷയ്ക്ക് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെ എന്താ പറയുകയെന്ന് ചോദിക്കും. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിനെ പറയുന്ന പേരാണ് ഇൻസേർഷൻ. സ്ക്രീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇത് എക്സ്ട്രാക്ഷൻ, കീബോർഡിൽ നിന്ന് ടേക്ക് അവേ. എക്സ്ട്രാക്റ്റിൻ്റെ ലാറ്റിൻ വേർഡാണ് ടേക്ക് അവേ. ടേക്ക് ഔട്ട് എന്ന് പറയും. ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എടുക്കുക. കീബോർഡിൽ അടിക്കുന്ന ഡാറ്റയെ എടുത്തിട്ട് ടേക്ക് ഔട്ട് ചെയ്തിട്ട് പി സി എന്ന് പറഞ്ഞ മെമ്മറി കൊണ്ടുവയ്ക്കാൻ പറയാം. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. അപ്പോൾ ഇതൊക്കെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, ഇൻപുട്ട് ഓപ്പറേറ്റർ. ഇത് ഈക്വൽ ടു അസൈൻ ചെയ്യാനാണ്. സം എന്ന് പറഞ്ഞ മെമ്മറിയിലേക്ക് അസൈൻ ചെയ്യുക, കൊടുക്കുക. അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ പലതരം ഓപ്പറേറ്റർ ഉണ്ട്. ഇൻപുട്ട് ഓപ്പറേറ്റർ ഉണ്ട്, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉണ്ട്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, പ്ലസ് മൈനസ്. പിന്നെ വേറെ ഉണ്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ആൻഡ് ഓർ നോട്ടൊക്കെയുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ടോക്കൺസ്, ഇതിലെ ടോക്കൺസ് ചോദിച്ചാൽ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? C++ലെ വേർഡ്സിനെയാണ് ടോക്കൺസ് എന്ന് പറയുക. അപ്പോൾ അത് പഠിക്കാനായിട്ട് കീവേഡ്സ് ഉണ്ട്, ഐഡൻറ്റിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിസർവ് ചെയ്ത് വെച്ച വേർഡ്. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ എല്ലാ പേരും ഐഡൻറ്റിഫയറാണ്. പി സി എം സം ഒക്കെ ഐഡൻറ്റിഫയറാണ്. പിന്നെ പങ്ക്ച്വേറ്ററിന് എല്ലാ ചിഹ്നങ്ങളും സെമിക്കോളൻ, കോമ, റൗണ്ട് ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ് ഒക്കെ പങ്ക്ച്വേറ്ററാണ്. പിന്നെ ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷന് ഉപയോഗിക്കുന്ന പ്ലസ് മൈനസ്, ഇത് ഇൻപുട്ട് ഓപ്പറേറ്റർ, ഇൻസേർഷൻ, ഇൻപുട്ട് ഓപ്പറേറ്റർ, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, പിന്നെ ഈക്വൽ ടു അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ഇതൊക്കെ ഓപ്പറേറ്റേഴ്സിൽ വിടും. പിന്നെ ലിറ്ററൽസ് ഉണ്ട്. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസ് എന്ന് പറയും. എന്നുവെച്ചാൽ മൂല്യം മാറാത്തവ. ഇപ്പോൾ ഇതിൽ 150 സം ഈക്വൽ ടു 180, 180 എന്ന് പറഞ്ഞൊരു ലിറ്ററലാണ്. ഡാറ്റ, എല്ലാ ഡാറ്റയും ലിറ്ററിൽ വിടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡാറ്റകളൊക്കെ ലിറ്ററിലാണ്. ഇൻറ്റീജർ ലിറ്ററിലുണ്ട്, ക്യാരക്ടർ ലിറ്ററിലുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറും പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും പിന്നെ ഡിഫറെൻറ്റ് ടോക്കൺസും.